എക്സ്ക്യൂസ് മീ സാർ, അതോട്ട് വരട്ടെ. ഓ, കയറി വാ. ഇതാണ് സാർ എൻ്റെ ബയോഡേറ്റ. നിങ്ങൾ ആരാണ്, എന്താണ്, ഒന്ന് പരിചയപ്പെടുത്തൂ. സാർ, എൻ്റെ പേര് കരുൺ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഞാൻ. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുക, ഡീടോക്സിഫിക്കേഷൻ ആണ് എൻ്റെ ജോലി. അതല്ലേ ഈ ഡീടോക്സ് അല്ലേ ഞാനിവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ജോലി നീയാണ് ചെയ്യുന്നതെന്നാണ് ഈ പറയുന്നത്. സർ, നിങ്ങൾ കഴിക്കുന്ന ഏതൊരു ചെറിയ ഭക്ഷണവും ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും ആദ്യം പരിശോധിച്ച് അതിനകത്തുള്ള വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള തലച്ചോറും കരുണയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതും ഞാനാണ്. അപ്പൊ ഇത് മാത്രമാണോ നിന്റെ പണി? ഇത് മാത്രമല്ല എന്റെ ജോലി. നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിനും എനിക്ക് പങ്കുണ്ട്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പേടിക്കുമ്പോൾ, നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനാണ്. ന്യൂട്രീഷൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. മിസ്റ്റർ കരണിന് അതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉണ്ടല്ലോ സാർ. നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് ഉണ്ടാക്കുന്നത് ഞാനാണ്. കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻ എ, ഡി, ഇ, കെ പോലുള്ള ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിനെ സ്റ്റോർ ചെയ്യുന്നതും ഞാനാണ്. ഓഹോ, അപ്പൊ നീയാണല്ലേ കൊഴുപ്പുണ്ടാക്കി പണി തരുന്ന ക്രൂരൻ? അതെ സാർ, അതും ഞാനാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിനെ കൊഴുപ്പാക്കി മാറ്റി സ്റ്റോർ ചെയ്യുന്നതും ഞാനാണ്. ഓഹോ, അപ്പൊ ഇങ്ങനെയൊക്കെ പണി തന്നിട്ട് അഭിമാനത്തോടെ ഇരിക്കുവാണല്ലേ? ഹേയ്, അല്ലല്ലോ സാർ, കൊഴുപ്പ് ഉണ്ടാക്കുന്നതാണ് എന്റെ ജോലി. നാളെ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്യുന്നത്. ശരി, നീ ഈ കമ്പനിക്ക് വല്ല ദീർഘകാല സഹായവും ചെയ്യാൻ സാധിക്കുന്ന ആളാണോ? ഉണ്ടല്ലോ സാർ. വൈറ്റമിൻ B12 കാലങ്ങളോളം സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സഹായിക്കുന്നത് ഞാനാണ്. ഓക്കെ, നിന്റെ ഗുണങ്ങളെല്ലാം കൊള്ളാം. നിനക്ക് എത്ര ശമ്പളം തരണം? ഹേയ്, എനിക്കധികം ഭക്ഷണമൊന്നും വേണ്ട സാർ. നിങ്ങൾ മധുര പലഹാരങ്ങൾ കുറച്ച്, ബേക്കറി പലഹാരങ്ങൾ കുറച്ച്, ജ്യൂസുകൾ അധികം കഴിക്കാതെ, പഞ്ചസാരയൊന്നും അധികം കഴിക്കാതെ, ട്രാൻസ്ഫാറ്റ് അധികം കഴിക്കാതെ, മദ്യം, ബിയർ പോലുള്ള പാനീയങ്ങൾ ഒഴിവാക്കി കൃത്യമായി വ്യായാമം ചെയ്ത് ലേറ്റായിട്ട് ഉണർന്നിരിക്കാതെ ജീവിച്ചാൽ മതി. അതാണ് എനിക്കുള്ള ശമ്പളം. മിസ്റ്റർ കരുൺ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ കാരണം ഫാർമ കമ്പനികൾ പട്ടിണിയിലേക്ക് പോകുകയാണെന്ന് കേട്ടല്ലോ, സത്യമാണോ? അത് ശരിയാണ് സാർ. ഞാൻ കൃത്യമായിട്ട് എന്റെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിലധികം രോഗങ്ങൾ വരത്തില്ല. ഫാർമ കമ്പനികൾക്ക് പണി ഇല്ലാതാവും. എന്ത് ചെയ്യാനുണ്ട് സാർ? എന്റെ ജോലി ഇതായി പോയില്ലേ? ശരി, എന്റെ ചോദ്യങ്ങളൊക്കെ തീർന്നു. സാർ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ കയറി ഒന്ന് പരിശോധിച്ചു. നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, കഴിക്കുന്നതാണെങ്കിലോ ജങ്ക് ഫുഡുകളാണ്, നിങ്ങൾ മദ്യപിക്കുന്നുണ്ട്, വ്യായാമം ഒട്ടുമില്ല, നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ട്. ഇതാണോ സാർ നിങ്ങളുടെ ജീവിതം? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട. ഇവിടെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ അറിയിക്കാം. ഇപ്പൊ ഒഴിവില്ല, നിങ്ങൾക്ക് പോകാം. എങ്ങനെ പോയിട്ടാണ് ഈ കരണിന് ജോലി കൊടുക്കുവോ? എവിടെ ഒരേ സമയം പല പണി ചെയ്യുന്ന അവൻ ഇവിടെ ജോലിക്ക് വെച്ചാലോ? പകരം അവൻ ചോദിച്ചത് കേട്ടാ, എന്റെ പല ശീലങ്ങളും നിർത്തണമെന്ന്. കരൾ അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട, നമുക്ക് ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ മതി. ഓ, ഉച്ചയായി. എടാ, നീ എന്റെ ഉച്ചയ്ക്കുള്ള 10 ഗുളികയും എടുത്തേ, കഴിക്കട്ടെ. ഭയങ്കര ഗ്യാസ്. എന്റെ ഫയല് കൊണ്ട് കളാ.